ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ശർക്കര കൊണ്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റും അതുപോലെ പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള വട്ടയപ്പമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അതിന് വേണ്ടിയുള്ള ശർക്കര ഒന്ന് ആദ്യം മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഒരു പാത്രം ഞാനിവിടെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ശർക്കര നന്നായിട്ട് ഇനി അത് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ശർക്കര ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് മെൽറ്റായി കിട്ടിയാൽ മതിയാകും. ശർക്കര ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയുള്ള ശർക്കരയാണെങ്കിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു 5 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് വെള്ളമെല്ലാം ഒന്ന് വാർത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരി എടുത്ത അതേ അളവിൽ തന്നെയാണ് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒരുപാടങ്ങ് കൂടിപ്പോകരുത്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് വെള്ളം ഒരുപാടങ്ങ് കൂടിപ്പോകാൻ പാടില്ല. നന്നായിട്ടിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് അരിയുടെ ചോറാണ് എടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഒന്ന് മിസ്സായി പോയതാണ്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ വേണം ഈ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതല്ലെങ്കിൽ പൊങ്ങി വരുമ്പോൾ തൂകിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വലിയ പാത്രത്തിൽ വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു ദോശ മാവിൽ നിന്നും കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഒരു 3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. ഇതിപ്പോൾ അടച്ചു വെച്ചിട്ട് 2.5 മണിക്കൂറാണ് എനിക്കിവിടെ ഈ മാവൊന്ന് പൊങ്ങി വരാനായിട്ട് എടുത്തിട്ടുള്ള സമയം. ഓരോ സ്ഥലത്തിൻ്റെയും ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും ഇത് മാവൊന്ന് പൊങ്ങിക്കിട്ടാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ 2.5 മണിക്കൂറായപ്പോൾ നന്നായിട്ടൊന്ന് മാവ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഒരുപാടിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കരുത്. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതുപോലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് എടുത്താലും മതിയാകും. അതിൽ 1 ടീസ്പൂൺ
വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിവിടെ ആവിയിലാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഈ പ്ലേറ്റ് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പ്ലേറ്റും കൂടെ ഒന്ന് ചൂടായി വരണം. അതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ പ്ലേറ്റ് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ്. ആ പാത്രത്തിൻ്റെ പകുതി ഭാഗമാണ് ഞാനിവിടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മുതൽ ഒരു 25 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് കുക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്കൊക്കെ നന്നായിട്ട് ഇനി ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. സൈഡൊന്നും വിടുവിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ തനിയെ തന്നെ അത് ഇളകിപ്പോരും. നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. നല്ല ടേസ്റ്റുമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്